സീസണുകൾക്കതീതമായി വർഷത്തിൽ എല്ലാ സമയത്തും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രമുണ്ട്. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. കോന്നി ആനക്കൂട് എന്നറിയപ്പെടും. നമ്മളിപ്പോൾ ഇന്ന് കോന്നി ആനക്കൂടിലെ വിശേഷങ്ങളാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ് ഇവിടെ സന്ദർശകർക്കുള്ള പ്രവേശന സമയം. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. ഞായറാഴ്ചയാണ് പതിവ് പോലെ അവധി ദിവസമായതിനാൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ എത്താറുള്ളത്. വളരെ മനോഹരമായ ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമായിട്ട് ഇപ്പോൾ ഈ കോന്നി ആനക്കൂട് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും അവധിക്കാലത്തൊക്കെ ആണെങ്കിലും വലിയ തിരക്ക് ഇപ്പോൾ ഇവിടെ ദൃശ്യമാണ്. നമ്മളിപ്പോൾ ആനക്കൂടിലെ കാഴ്ചകളാണ് ആദ്യം കാണുന്നത്. നമുക്ക് ആനക്കൂടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ വലത്തുവശത്തായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായ കൊച്ചയ്യപ്പൻ എന്ന ഏറ്റവും കുട്ടിയാന ആണ് ഇവിടെയുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ മറ്റ് ആനകൾ ഉണ്ട്. കേരളത്തിലെ പ്രമുഖ ആന പരിശീലന കേന്ദ്രങ്ങളിലൊന്നായാണ് പത്തനംതിട്ടയിലെ കോന്നി വിനോദസഞ്ചാര കേന്ദ്രം ആനക്കൂട് അറിയപ്പെടുന്നത്. വർഷത്തിലെല്ലാ സമയത്തും ആളുകൾ എത്തുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ആനകൾക്കായുള്ള ഭീമൻ മരക്കൂടുകളാണ്. ആനക്കൂട് എന്ന് വിളിക്കുന്ന ഇവയിൽ 3-4 ആനകളെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. കാട്ടിൽ കൂട്ടം തെറ്റി ഉപേക്ഷിക്കപ്പെട്ടതോ പരിക്കേറ്റ് വനപാലകർ കാട്ടിൽ നിന്ന് രക്ഷിച്ചതോ ആയ ആനക്കുട്ടികളെ വളർത്തി പരിശീലിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തു വന്നിരുന്നത്. തലമുറകളായി കൈമാറി വന്ന പരിപാലന രീതിയാണ് ആനകളെ മെരുക്കാനും ചട്ടം പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ആനകളെ നിയന്ത്രിക്കുന്ന പ്രത്യേക രീതിയിൽ ഉച്ചരിക്കുന്ന ഉത്തരവുകളിലൂടെയാണ്. ഇങ്ങനെ കുട്ടി ആനകളെ ചട്ടം പഠിപ്പിക്കുന്നതും കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും പ്രത്യേക ഭക്ഷണം നൽകുന്നതും ഒക്കെ ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് നേരിട്ട് കാണുവാനുള്ള കാഴ്ചകളാണ്. കുട്ടിയാനകൾ സന്ദർശകർക്കൊപ്പം കളിക്കാനും കൂട്ടുകൂടുന്ന പ്രത്യേകതയുണ്ട്. കുട്ടികളോട് ഇവ എളുപ്പം ചങ്ങാത്തത്തിലാകാറുണ്ട്. വലിയ ആനകളുടെ പുറത്ത് ഇരിപ്പിടങ്ങൾ കെട്ടിവെച്ച് ആന സവാരിക്കും ചില സമയങ്ങളിൽ സൗകര്യം ഒരുക്കാറുണ്ട്. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ പത്തനംതിട്ട പുനലൂർ പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കോന്നിയിലാണ് ഈ പ്രധാന ആകർഷണ കേന്ദ്രമായ കോന്നി ആനക്കൂടുള്ളത്. ആനക്കൂടും സ്ഥലവും ഏകദേശം 9 ഏക്കറിലായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. 1942 ഈ ആനക്കൂട് സ്ഥാപിതമായത്. കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ താപ്പാനകളെ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് മാറുകയായിരുന്നു. മുൻപൊക്കെ കാട്ടാനകളെ പിടിച്ചിരുന്നെങ്കിലും 1977 ആനപിടുത്തം അവസാനിപ്പിച്ചു. വാരിക്കുഴിയിൽ വീഴ്ത്തിയാണ് ആനകളെ പിടിച്ചിരുന്നത്. മുണ്ടോമുഴി, മണ്ണാറപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ആനകളെ പിടിച്ചിരുന്നത്. നമുക്കിവിടുത്തെ ഏറ്റവും പ്രത്യേകതയായ ആനക്കൂട് നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു മ്യൂസിയം, വളരെ വിശാലമായൊരു മ്യൂസിയം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരള വനം വകുപ്പിന് കീഴിലുള്ള ഈ ആനത്താവളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് തന്നെ പറയാവുന്നത് എലഫൻ്റ് ആർട്ട് ഗ്യാലറിയാണ്. ഇതിപ്പോൾ അത്യാധുനിക രീതിയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ച ശേഷം ആന മ്യൂസിയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വനം വകുപ്പിൻ്റെ കീഴിൽ കോന്നിയിലുള്ള ആനത്താവളം സന്ദർശിക്കാനെത്തുന്നവരെല്ലാവരും തന്നെ ആനകളെ കാണാമെന്നും മാത്രമല്ല അവയെക്കുറിച്ചുള്ള അറിവുകളും നേടി മടങ്ങാം എന്നുള്ളതാണ് പ്രത്യേകത. ആന കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമകളും പുസ്തകങ്ങളും പരിചയപ്പെടുത്തുന്ന ചുവരെഴുത്തുകളാണ് എലഫൻ്റ് ആർട്ട് ഗാലറിയിലേക്ക് എത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത്. മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഉടലാകെ കലയിലും വരയിലും പൊതിഞ്ഞ ബബ്ലു എന്ന ആനയുടെ ശില്പം എല്ലാവർക്കും ഒരു കൗതുക കാഴ്ച തന്നെയാണ്. നമുക്കിത് കാണാം. വിവിധ സിനിമകൾ, ആന പ്രമേയമായിട്ടുള്ള ആന കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സിനിമകളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഗാലറിക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന 100ഓളം ആന ശില്പങ്ങൾ കണ്ണിനേകുന്നത് കാഴ്ചയുടെ കരിവീരപ്പെരുമ തന്നെയാണ്. ചകിരി, ഗ്ലാസ്, തടി, മാർബിള്, ചെമ്പ്, സ്റ്റീല്, ഇരുമ്പ് എന്നിങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ കടഞ്ഞെടുത്തിട്ടുള്ള ആനശില്പങ്ങളാണിവ. ആർത്തുല്ലസിച്ച് വരിവരിയായി പോകുന്ന ആനക്കൂട്ടം, ചക്രങ്ങളിൽ നീങ്ങുന്ന ആന, മാർബിളിലും കളിമണ്ണിലുമൊക്കെ തീർത്ത ആനകളൊക്കെ ഈ ഗാലറിയിലെ കാഴ്ചയാണ്. നമ്മൾ ഈ ഗാലറിയിലെ കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അശോകവനം കാണാം. അശോകവനം ഇവിടെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമാണ്. അവിടുന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ആനക്കൂട്, ഏറ്റവും പ്രസിദ്ധമായ ആനക്കൂട് കാണുവാനായിട്ട് പോകുമ്പോൾ ഒരു കരിവീരൻ ഇങ്ങനെ അതിലെ നടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആനകൾ സ്വച്ഛമായിട്ട് വിഹരിക്കുന്ന കാഴ്ചകൾ ഇപ്പം ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് തൊട്ടടുത്ത് തന്നെ ഈ ആനകളെയൊക്കെ കാണുവാനും ആന ഭക്ഷണം കഴിക്കുന്നത് കാണുവാനും ആനയുടെ ഒരു ജീവിതചര്യ മൊത്തം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാനും ഒക്കെ കഴിയും.
ഈ ആനക്കൂടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആനക്കൂട്, ആനകളെ പരിശീലിപ്പിക്കുന്ന ആനക്കൂടാണ് നമ്മളിപ്പോൾ കാണുന്നത്. 6 ആനകളെ പരിശീലിപ്പിക്കാനുള്ള ശേഷി ഈ ആനക്കൂടിനുണ്ട്. കോന്നിയിൽ കൊച്ചയ്യപ്പൻ, പത്മനാഭൻ, ബാലകൃഷ്ണൻ, രഞ്ജി, സോമൻ എന്നീ ആനകളാണ് പ്രധാനപ്പെട്ട താപ്പാനകൾ. കമ്പകം തടി ഉപയോഗിച്ചാണ് ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. 12.65 മീറ്റർ നീളവും 8.60 മീറ്റർ വീതിയും 7 മീറ്റർ ഉയരവുമുണ്ട് ഈ ആനക്കൂടിന്. അപ്പോൾ ശാന്തസുന്ദരമായ ഈ ആനക്കൂടിലെ ഈ ചെറിയ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.